തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മൊമെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് ഞെട്ടിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ചാണ് ഗൈസ്. അതിൽ ഒരു വീട്ടമ്മ പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്കത് കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഴിയാവുന്ന എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു നിമിഷം വരെ അതായത് 8 ലക്ഷത്തിലധികം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ശ്രദ്ധ ആകർഷിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആ വീട്ടമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് പ്രശംസിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞത് തനിക്കുണ്ടായ ഒരു തെറ്റ് അല്ലെങ്കിൽ തനിക്കുണ്ടായ ഒരു അപകടം അവരവരുടെ സ്വന്തമായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യം ലോകത്തോട് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്ന അവരുടെ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു മനോഭാവം എന്നുള്ള കാര്യമാണ്. നമ്മളെ പോലുള്ള എത്ര പേരാ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും ഇത് ഒരു വീട്ടമ്മയ്ക്കല്ല, അല്ലെങ്കിൽ പല ലക്ഷോപലക്ഷം വീട്ടമ്മമാർക്ക് മാത്രമല്ല ഇത് പ്രയോജനമാവുന്നത്. അതായത് പ്രവാസികളായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് താമസിക്കുന്നവരുണ്ട്, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജോലി ലളിതമാക്കുവാൻ വേണ്ടിയിട്ട് പല വീട്ടുപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാൽ നമുക്ക് വന്നു ഭവിച്ചേക്കാവുന്ന ചില ആപത്തുകൾ, നമ്മൾ എന്ത് വാർത്തകൾ കേട്ടാലും അത് നമുക്ക് ഒരു അനുഭവം വരുന്നത് വരെ അതൊക്കെ നമുക്ക് ചില കേട്ടുകേഴ്വി അല്ലെങ്കിൽ ചില വാർത്തകൾ മാത്രമായിട്ട് മാറും. അതിന്റെ അപകടം എത്രത്തോളമാണെന്ന് നമ്മളത് നമുക്ക് വന്നെത്തുന്ന നാൾ വരെ അത് ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില പറഞ്ഞറിവുകൾ മാത്രമായിരിക്കും. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ, കിച്ചണിൽ ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു. സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ പക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു. തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മൊമെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് കണ്ട് അടിച്ചുകൊണ്ട് കയറുക ചെയ്തത്. ഭയങ്കര, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എന്ന് തന്നെ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെയും നിങ്ങൾക്ക് ഇത് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ചേച്ചി ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ആദ്യം കാണുമ്പോൾ അതായത് ഒരുപാട് തവണ നമ്മുടെ യൂട്യൂബിൽ റെക്കമെൻഡേഷൻ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു മുഖത്ത് എന്തെങ്കിലും ക്രീമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി സാധനം ഉപയോഗിച്ചത് മുഖേന ഉണ്ടായതായിരിക്കുമെന്ന്. പിന്നെയാണെങ്കിൽ 1-2 റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ കാണുന്നത്, പിന്നീട് നേരിട്ട് തന്നെ ചാനലിൽ പോയി കണ്ടതും. ഒരുപാട് കാര്യങ്ങൾ, കാരണം നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ തന്നെ കയറി കാണണം. ജ്വാല ബൈ മിഥില എന്നാണ് ഈ ഒരു ചാനലിന്റെ പേരെന്ന് പറയുന്നത്. കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ തിരക്ക് കൂടുമ്പം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഈ പ്രഷർ കുക്കറിന്റെ കാര്യമാണ് ഇതിൽ സംസാരിച്ചു വെക്കുന്നത്. അന്നേരം പ്രഷർ കുക്കറിനേക്കാളും അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അതായത് ഉണർന്നെഴുന്നേറ്റ് ഒരു ചേച്ചി ഒരു ഷോർട്സ് ഇട്ടിരുന്നതാണ്. ഉണർന്നെഴുന്നേറ്റ് രാവിലെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിന്റെ ഫ്രീസർ മൊത്തം കത്തി. അത് എന്തോ എനിക്കറിയില്ല, സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണോന്ന് അവർ വൃത്തിയോട് പറയുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അപകടമാണ് ഈ ഫോൺ നമ്മൾ കുത്തിവെച്ചിട്ട് ഉറങ്ങുമ്പം, അതായത് പാട്ട് കേട്ടോണ്ട് ഉറങ്ങുന്ന ഒരു അവസ്ഥ. ഫോൺ കുത്തിയിട്ടിട്ട് പാട്ട് കേട്ടോണ്ട് ഉറങ്ങിയിട്ട് അത് പൊട്ടിത്തെറിച്ച് അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ. അത് എത്ര ചില സംഭവങ്ങളാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്നു പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം അത് നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം വരുന്നത് വരെ അത് വെറും ഒരു കേട്ടുകേൾവി മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതൊരു വെറും ഒരു വാർത്ത മാത്രമായിട്ട്. അതിന്റെ എത്രത്തോളമാണ് ഒരു ഭീകരത എന്നുള്ളത് നമുക്കൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഓർക്കത്തുള്ളൂ എന്നുള്ളതാണ്. 98% ആൾക്കാരും ഫ്രിഡ്ജ് എന്ന് പറയുന്നത് രാത്രിയിൽ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ കിടക്കും. അതുപോലെ തന്നെ അടുപ്പിനടുത്ത് തന്നെ ഗ്യാസ് ഉപയോഗിക്കുന്ന ആൾക്കാര്, ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യങ്ങള്, എത്ര പേര് ഗ്യാസ് രാത്രിയിൽ ഓഫ് ചെയ്തിട്ട് കിടക്കുന്നവരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ നമുക്ക് അധികം ഇങ്ങനത്തെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ അടുപ്പിലും അല്ലെങ്കിൽ ചെറിയ ഇതിലൊക്കെ പ്രഷർ കുക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം
എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആധുനിക കാലത്തിലാണെങ്കിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ കുട്ടികളെ സ്കൂളിൽ വിടാനായാലും വീട്ടമ്മമാരായാലും അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ അവര് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് തത്രപ്പാടി തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഒന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് ഒന്ന് പിള്ളേരെ വിടാനോ അല്ലെങ്കിൽ ജോലിക്ക് ആൾക്കാരെ വിടാനോ ഒക്കെ ആണെങ്കിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ആ സമയത്ത് വന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. അതേപോലെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉറപ്പായിട്ട് സംസാരിക്കാൻ തന്നെ നമുക്ക് തോന്നിപ്പോയി. ഒരുപാട് പേരുടെ സപ്പോർട്ട് ആ വീഡിയോയുടെ അടിയിൽ തന്നെ കാണുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം ശ്രദ്ധയോടെ കേട്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്റെ കണ്ണ് നനയിപ്പിച്ചത് കണ്ണുകൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം. അത് വളരെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്തായാലും ദൈവം തമ്പുരാൻ വേഗം തന്നെ ചേച്ചിയുടെ വന്ന ആ ഒരു ഇത് മുഖത്ത് മാറ്റി സൗന്ദര്യം വീണ്ടും തിരികെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആവാൻ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേരം ദൈവം എന്തുവായാലും ആ കണ്ണുകളെ ദൈവം പരിപാലിച്ചത് ഭാഗ്യം എന്ന് വിചാരിക്കും. അത്രയ്ക്ക് ശക്തമായിട്ട് ചൂട് മുഖത്തോട്ട് വന്ന് അടിച്ചുകൊണ്ട ഒരു അപകടം. ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഇത് എന്താണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ പലരും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, അല്ലെ, ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ധൃതി കാരണം വന്നു പോയ ചില കാര്യങ്ങൾ എന്നാലും ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ പോലെ എനിക്ക് തോന്നി ഗൈസ്. എന്നാലും ചിലവർക്കെങ്കിലും ഇപ്പൊ ഒരു 8 ലക്ഷം പേരുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. അതില് അത്രയും പേർക്ക് അത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഉറപ്പായിട്ട് നമ്മൾ ഓരോരുത്തരും ചേച്ചി സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട്. ചേച്ചി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.